സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിന്ന് കുറേ പരിപാടികളുണ്ട്. അതായത് നമുക്ക് കുറച്ചധികം പരിപാടികളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ. അപ്പോൾ അത് പറയുന്നതിൻ്റെ മുന്നേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലത്തെ. അപ്പോൾ അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം. അതായത് നമ്മുടെ ചാനലത്തെ ഫസ്റ്റ് ലൈവ്, അതേപോലെ ഇതുപോലെ ഇന്നും നമ്മൾ ലൈവ് വരുന്നതാണ്. അപ്പോൾ കയറി പവറാക്കുക ലൈവിലൊക്കെ. അപ്പോൾ ലൈവിൽ ഞാൻ മെയിനായിട്ട് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മൈനിങ് ഏരിയയുടെ പണി മൈനിങ് ഏരിയ പകുതി കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മൈനിങ് ഏരിയ അപ്പോൾ ഫുള്ള് താഴത്ത് വരെ ഇപ്പം നോക്കിയാൽ നിങ്ങൾ കാണൂല. അതായത് ബെഡ്റോക്ക് വരാൻ കുഴിച്ചിരിക്കണ്. അപ്പോൾ ഇന്ന് നമുക്കിത് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി കുഴിക്കാണ്ട് ഞാൻ മെയിനായിട്ട് അത് ലൈവിൽ കുഴിച്ചില്ല. മെയിനായിട്ട് ലൈവ് ഇട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ അറിയാം ഞാൻ ഇവിടെയുള്ള ഫുള്ള് വുഡും കാര്യങ്ങളും ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ക്ലിയർ ചെയ്യാണ്ട് ഈ വുഡൊക്കെ ക്ലിയർ ചെയ്യാണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് മുതൽ കുറച്ചങ്ങോട്ട് ബിൽഡ് ടൈപ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ഏരിയയിലൊക്കെ കുറേ ബിൽഡും കാര്യങ്ങളും വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്ന ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഒരു സോംബി XP ഫാം ഉണ്ട്. അപ്പോൾ അതിലോട്ട് കിടക്കാനുള്ള വഴിയാണ്. പക്ഷേ ഇതിവിടെ അങ്ങനെ കിടക്കുമ്പോൾ എന്തൊരു വികലാംഗത പോലെയുണ്ട്. അപ്പോൾ ഇത് ഇവിടെ പോണ്ടാക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു വെള്ളം അങ്ങനെ ഒലിച്ച് വന്ന് ഇവിടെ അങ്ങനെ നിൽക്കുന്ന രീതിയിൽ സെറ്റപ്പ് ആക്കണം. അത് രണ്ടിലേതാ വേണ്ടെന്ന് പറയാം. പിന്നെ നമുക്ക് മെഡീവൽ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഫ്യൂച്ചർ കൂൾഗോൻ്റെ പണിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയില്ലല്ലോ. ഞാൻ മെയിൻ പരിപാടി എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ മുന്നേ വേറെ കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു അടിപൊളി ബാണും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാവം മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് കിടിലം ബാണും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മുടെ കപ്പിൾസ് ഉണ്ട് ഇവിടെ. അവർക്കുള്ള പേര് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ പേരെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. അപ്പോൾ പരിപാടി എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്കൊന്നും ഒരാൾ കൊല്ലാണ്ട്. അത് ആരാന്ന് വെച്ചാൽ ത്രിമോന്തനെയാണ്. അപ്പോൾ ത്രിമോന്തൻ ആരാന്ന് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓൺലി മൈൻക്രാഫ്റ്റ് ലെജൻഡ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ത്രിമോന്തൻ എന്ന് വെച്ചാൽ നമ്മളെ വിതറിന്. അപ്പോൾ മൂപ്പരാൾ കൊല്ലാണ്ടെന്ന് മെയിനായിട്ട് എന്തിനാന്ന് വെച്ചാൽ മൂപ്പരാൾ കൊന്നാൽ നമുക്ക് നെതർ സ്റ്റാർ കിട്ടും. നെതർ സ്റ്റാർ എന്ത് ചെയ്യുക, നമുക്ക് നെതർ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ ബീക്കൺ ഉണ്ടാക്കാം. അപ്പോൾ ബീക്കൺ എന്തിനാണ് കൂൾഗോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് ഇന്ന് മുതൽ ഞാനൊരു ഒരു കിടില പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റിലെ എല്ലാ മോബ്സിനെ, അതായത് മൈൻക്രാഫ്റ്റിലെ ഓൾ മോബ്സിനെ എന്ത് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക. ഇപ്പോൾ 1.21 വരെ ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി കളിക്കണം 1.20.4 ആണ്. അപ്പോൾ അത് വരെയുള്ള മോബിനെ കളക്ട് ചെയ്യുക. പിന്നെ നമ്മൾ അതിലോട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കയറാം, അതിലുള്ള മോബിനെ പിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിരിക്കും ഞാൻ ആ സാധനം ഉണ്ടാക്കണം. വലിയൊരു ഒരു കേവ് പോലെ, കേവിൻ്റെ എൻട്രൻസ് ആവണം. എന്നിട്ട് കേവിലോട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ ഫുള്ള് മൗസിൻ്റെ സൈഡിൽ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ട രീതിയിലൊരു സെറ്റപ്പാണ് എൻ്റെ മനസ്സിൽ പ്ലാൻ. അപ്പോൾ അതിന് പറ്റിയ ഐഡിയാസും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വലിയൊരു കുഴി വെച്ചിട്ട് വലിയൊരു ഓപ്പണിംഗ് ആവണം. എന്നിട്ട് നേരെ കുഴി വെച്ച് ഒരു സ്റ്റെപ്പ് രീതിയിൽ താഴ്ത്തിക്കോണം. അത് എപ്പോഴും സ്റ്റെപ്പ് കണക്കിനാണ്ട് വെക്കാൻ കഴിയില്ല, കാരണം നമുക്ക് സ്റ്റെപ്പ് കണക്കിന് വെച്ച് ബോറാവും. അപ്പോൾ കേവിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ഒരു രീതിയിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വിതരണം കൊല്ലാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പോയിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം കൊടുത്തത്, ഞാനൊരു യൂട്യൂബർ. അപ്പോൾ എനിക്കിതൊന്നും റെക്കോർഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ 3 ഭാഗമാണ്. അതായത് ആദ്യം നമ്മൾ വിതർ സ്കെൽട്ടനെ പോയി കൊന്നിട്ട് എന്ത് ചെയ്യാം, സ്കെള്ളെടുക്കുക. 3 സ്കെള്ളെടുത്തിട്ട് നേരെ എൻഡിൽ പോവുക. ഞാൻ ആദ്യം വിചാരിച്ച് നമ്മൾ ഓവർ വേൾഡിൽ ഇട്ടിട്ട് കിട്ടില്ല ഫൈറ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ടാന്ന്. നമുക്ക് പെട്ടെന്ന് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് തന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. അതായത് 3 ഭാഗമാണല്ലോ. അപ്പോൾ ആദ്യം വിതർ സ്കെൽട്ടനെ പോയി കൊല്ലുക, സ്കെള്ളെടുക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ എൻഡിൽ പോവുക, വിതറിനെ കൊല്ലുക. മൂന്നാമത്തെ പറഞ്ഞാൽ ബീക്കൺ ഉണ്ടാക്കുക. എന്നിട്ട് ഈ എൻട്രൻസിൻ്റെ ഒരു രീതി നമുക്ക് കുഴിച്ചിടാം, എത്ര വലുപ്പം വേണമെന്നുള്ള. അപ്പോൾ ഇതിൽ മോബിനെ ക്യാപ്ചർ ചെയ്യണേ ഞാൻ വീഡിയോ ആയിട്ട് ഇടൂല, ഞാനൊരു ഷോർട്സിലൂടെ ആയിരിക്കും ഇടുണ്ടാവുക. അപ്പോൾ അത് കാണേണ്ടവർക്ക് ഷോർട്സ് കാണാം. പിന്നെ ഇന്ന് ലൈവൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ എല്ലാം സെറ്റാണ് തോന്നുന്നത്. നമുക്കെല്ലാം നോക്കേണ്ട ആർമർ സെറ്റാണ്, ചെസ്റ്റ് പ്ലേറ്റൊക്കെ സെറ്റാണ്, റോക്കറ്റ് ഉണ്ട്, ഫുഡ് ഉണ്ട്, എൻ്റെ ചെസ്റ്റ് ഉണ്ട്, അതന്നെ മതി. ടൂൾസൊക്കെ സെറ്റാണ്. അപ്പോൾ ഇന്നും കൂൾഗോ മരണത്തിലോട്ടല്ല പോകുന്നത്. കൂൾഗോ ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി നെതറിൽ പോകുന്നു. രക്ഷിക്കാനൊന്നല്ലെങ്കിലും കൂൾഗോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. മരിക്കാതെ തിരിച്ചു വന്ന് നമുക്ക് കാണാം. ഞാൻ നിങ്ങളെ വെതർ സ്കെൽട്ടനെ കൊന്ന് സ്കെല്ലൊക്കെ എടുത്ത് അത്രയും സമയം കളഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, കൊന്നതിനെ കിട്ടും. ഇനിയിപ്പോൾ ലൂട്ടിങ് 3 ഉണ്ടായിട്ടും കാര്യമില്ല. സാധാ സോഡ് കൊണ്ട് എങ്ങനെ കൊല്ലുന്നത്, അങ്ങനെയാണ് ഇത് വർക്കാവണത്. അതായത്
എങ്ങനെ കൊന്നാലും നമുക്ക് സംഭവം പതുക്കെ കിട്ടുള്ളൂ, കുറച്ചധികം സമയമൊക്കെ എടുക്കും. അപ്പോൾ എത്ര എണ്ണത്തിന് കൊന്നിട്ട് കിട്ടുകയെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇനി ഞാൻ അധികം ഒന്നും പറയണില്ല. എന്തായാലും ഞാൻ അവന്മാരൊക്കെ കൊന്നിട്ട് സ്കെൾ ചെയ്തിട്ട് ഇതേ സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. ചത്തിയില്ലെങ്കിൽ ഇതേ സ്പോട്ടിൽ വെച്ച് ഇതേ സമയം അല്ലെങ്കിലും ആ സമയത്ത് കാണാം. അപ്പോൾ നമുക്ക് പോയി ഞാൻ കൊന്നിട്ട് വരാം. 2000 years later. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഏകദേശം ഞാൻ കുറേ വേറെ സ്കെൽട്ടനെ കൊന്നു. ആദ്യത്തേലേക്കൊന്നും കിട്ടിയില്ല. രണ്ടാമത്തേൽ ആദ്യത്തേലേക്ക് ഒന്നിനും കിട്ടിയില്ല. ആദ്യത്തെ ഒന്നിനെ കൊന്നു. രണ്ടാമത്തേൽ ഒന്നിലേക്ക് ഫസ്റ്റ് തന്നെ ആ സാധനം നമ്മുടെ സ്കെള്ളിൽ കിട്ടി. പിന്നെ ഞാൻ പിന്നെ ഒരു 5-6 കൊന്നിട്ട് വേറെ ഒന്നിനെ വന്നപ്പോഴാണ് എനിക്ക് രണ്ടാമത് കിട്ടി. അങ്ങനെ കുറേ കൊന്ന് എൻ്റെ കയ്യിൽ ഇപ്പം എത്ര ഉണ്ടെന്ന് അറിയോ? എത്ര ഉണ്ടാവും? ഇതും കൂടിയും കൂട്ടിയിട്ട് ഈ 3 ഇതും എൻ്റെ തലയിലിരിക്കണതും കൂടിയും കൂട്ടിയിട്ട് മൊത്തം 4 വെതർ സ്കള്ളാണ് കിട്ടിയത്. ഇത് ഞാൻ 4 എടുക്കാൻ വിചാരിച്ച് പോയതല്ല, പക്ഷേ സുപ്രഭാതത്തിൽ അതെനിക്ക് കിട്ടി. അപ്പോൾ എന്തായാലും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഇനി നമുക്ക് നേരെ നമ്മുടെ നമ്മുടെ ബേസിലോട്ട് പോയിട്ട് അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അതായത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മെയിനായിട്ട് രാത്രിയായില്ലേ, മെയിനായിട്ട് എന്തൊക്കെ വേണം? കുറച്ച് ഒബ്സീഡിയം വേണം. കാരണം ഞാൻ ഇതുവരെയും നമ്മുടെ സ്ട്രോങ് ഹോൾഡിലോട്ടൊരു പോർട്ടൽ സെറ്റാക്കിയിട്ടില്ല. അത് നമുക്ക് സെറ്റാക്കണം. അവിടെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് സെറ്റാക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നേരെ എൻ്റെ സ്ഥലം സ്ട്രോങ് ഹോൾഡ് പോയിട്ട് നേരെ എൻ്റെ പോവുക. അവിടുന്ന് ആരെ കൊല്ലുക? നമ്മുടെ വിതറിനെ കൊല്ലുക. അതൊക്കെ തന്നെ, വിതറിനായിട്ട് കൊല്ലുക. പിന്നെ ഇവിടെ വരിക, ഒബ്സീഡിയൻ സെറ്റാക്കുക. ഒബ്സീഡിയൻ അല്ല, ബീക്കർ സെറ്റാക്കുക. അപ്പോൾ അതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്ട്രോങ് ഹോൾഡിലോട്ട് വിടാം. ഇതിൻ്റെ കറക്റ്റ് ഒരു ഇത് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഹോൾഡ് എന്തായാലും നമുക്ക് പോയൊക്കെ കറക്റ്റ് ഓർമ്മയില്ല. കാരണം ഞാൻ അവിടെ പോർട്ടൽ ഉണ്ടാക്കാൻ മറന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി അവിടോട്ട് പോകാം. ഞാൻ അധികമൊന്നും ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം എല്ലാം തപ്പി പിടിച്ച് കണ്ട് നമ്മൾ നമ്മുടെ സ്ട്രോങ് ഹോൾഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു പോർട്ടൽ ആദ്യം ഉണ്ടാക്കി ലൈറ്റപ്പ് ചെയ്ത് അതിൻ്റെ കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ എൻ്റെ നിന്ന് വിതരണം കൊല്ലുമ്പോൾ ഒബ്സീഡിയം ആണ്. അത് ഞാൻ പറ്റെടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നിന്നൊരു ഒബ്സീഡിയൻ കൊടുത്ത്. പിന്നെ ഇവിടെ അവിടെയും ലാവ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ള ലാവൊക്കെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, ഫുള്ള് ക്ലോസ് ചെയ്ത്. ഇതിൻ്റെ അടിയിലുള്ള ലാവൊക്കെ ഞാൻ എൻ്റെ ഡ്രാഗനെ കൊല്ലാൻ വന്നപ്പോൾ ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇനി ഒന്നും നോക്കാമില്ല, നമുക്കിനി നേരെ ഇവിടെ എടുത്ത് ചാടുക, കൊല്ലുക, അതൊക്കെ മതി തോന്നുന്നു. നമുക്കിനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അപ്പം ഇനി പോയി എടുക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിടൂ, എന്താണെന്നറിയോ? ഞാനിങ്ങനെ ഇറങ്ങി കുഴിയിൽ കൂടെ. ഞാൻ അങ്ങനെ ബ്ലോക്ക് വെച്ച് കയറിയെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു ബ്ലോക്ക് പൊട്ടിച്ചപ്പോൾ അതിന് വലിയൊരു കേവിക്ക് പോയി വീണ്. പിന്നെ ബ്ലോക്ക് പൊട്ടിച്ചപ്പോൾ പിന്നെ ഒരു കേവിക്ക് പോയി വീണ്. അപ്പോൾ ഒരു ആർട്ട്, പിന്നെ എൻ്റെ ഫ്രണ്ടിലൊരു സ്കെൽട്ടൺ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സ്കെൽട്ടൺ കണ്ട് നേരെ ചാടി വന്നപ്പോൾ അതിൻ്റെ നേരെ അടിയിൽ ബ്ലോക്ക് വെച്ചുകൊണ്ട് ആ സ്കെൽട്ടൺ അവിടെ നിന്ന്. ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാറേ അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് നേരെ ഇതിലോട്ട് എടുത്ത് നേരെ ചടാം. എൻഡിലെത്തിയിട്ടുണ്ട്. അതായത് എൻഡിലെത്തിയിട്ട് ഞാൻ കുറച്ച് പരിപാടികൾ ചെയ്തു. മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നതാണ്. ഞാൻ വിചാരിച്ച് റെക്കോർഡ് ആയിക്കൊണ്ട് നിൽക്കുകയാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യാനാ, ഇടയ്ക്കിടയ്ക്കൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഫുള്ള് സെറ്റാക്കിയിരിക്കണം. ഇതിൻ്റെ അടി ഫുള്ള് ഇതേ രീതിയിലൊന്ന് കളക്ട് ചെയ്യാം 3 ബ്ലോക്ക് ആയിട്ട്. പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്ക് സ്പോൺ ചെയ്യാം. കറക്റ്റ് ആണെങ്കിൽ എല്ലാം വർക്കാവും, അല്ലെങ്കിൽ ആകെ മൂഞ്ചു. ഞാൻ ഇവിടുന്ന് ഓടും, എനിക്ക് പേടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്പോൺ ചെയ്തിരിക്കണം. അപ്പം കുറച്ചൊന്ന് വിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ആകെ മൂഞ്ചും. കുറച്ച് വിട്ട് നിൽക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അടിക്കുമ്പോൾ നോക്ക് ബാക്ക് ഇല്ലാത്ത വർക്കായിക്കണം നോക്ക് ബാക്ക് ഇല്ലാത്ത സോഡ കൊണ്ട് മാക്സിമം അടിക്കാൻ നോക്കുക. മാക്സിമം അല്ല, എന്തായാലും അങ്ങനെ ചെയ്യുക. എൻ്റെ പോരെ മാക്സിമം അങ്ങനെ തന്നെ അടിക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്തുണ്ടാവും, സംഭവം മൂഞ്ചും. നമ്മുടെ വിതർ ഇതിൽ നിന്ന് എസ്കേപ്പ് ആയി പോവും. അപ്പോൾ എന്തായാലും നമ്മളെ വിതറിൻ്റെ ലൈഫ് ഹാഫ് ആയിക്കണം. ഞാൻ പിന്നെ ഇപ്പോൾ സൗണ്ട് ഓഫ് ആക്കിയാണ്. നിങ്ങൾ നേരത്തെ തന്നെ കേട്ടല്ലോ ഒരു എന്നുള്ള സൗണ്ട്. അപ്പോൾ ഇല്ലാതിരിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വിതർ സ്റ്റാർ കിട്ടും മോനെ. ഓക്കെ സെറ്റ് കൊന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വിതർ സ്റ്റാർ ഇവിടെ കിട്ടിയിരിക്കണ്. നമുക്ക് അഡ്വാൻസ്മെൻറ്റും കിട്ടി. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ഒരു ബ്ലോക്ക് ഒബ്സീഡിയൻ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് ഒബ്സീഡിയൻ എടുക്കണം. നമുക്ക് അവിടെ നെതർ പോർട്ടലൊന്ന് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിനി ഇങ്ങനെ ഇറങ്ങണോ? ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം അവിടെ എത്താൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എന്തായാലും അവിടെ എത്തും. എന്തായാലും അല്ല, അതിൽ കൂടെ അല്ലാതെ വേറെ ഒരു വഴി കൂടെ ഇറങ്ങാൻ പറ്റൂല.
ഓക്കെ, നമ്മളങ്ങനെ എൻഡ് പോയി വിതറിനെ കൊന്നു, അതേപോലെ തന്നെ വിതർ സ്റ്റാറും കളക്ട് ചെയ്ത്. അപ്പോൾ നമ്മുടെ പണി കാര്യങ്ങൾ ആക്ച്വലി ഫൈനലി കംപ്ലീറ്റ് ആയിക്കണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് ബീക്കൺ ഉണ്ടാക്കണം. ബീക്കൺ ഉണ്ടാക്കാത്തവർക്കറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വെക്കുക, നടുവിൽ പിന്നെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നമ്മുടെ നെതർ സ്റ്റാർ വെക്കുക. എന്നിട്ട് അടിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം, ഇതുകൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ ബീക്കൺ കിട്ടുമ്പോൾ ഇത് വെക്കുമ്പോൾ എന്തെങ്കിലും അഡ്വാൻസ്മെൻറ്റ് കിട്ടും. ബ്രിങ് ഹോം ബീക്കൺ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നും കിട്ടിയില്ലല്ലോ, എന്താ ഇവിടെ വെക്കണോ? എടാ അങ്ങനെ എന്തോ ഒരു അഡ്വാൻസ്മെൻറ്റ് ഇല്ലേ? ബ്രിങ് ഹോം ബീക്കണ് അങ്ങനെ എന്തോ ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ട്. ഇല്ലടാ, എന്താ അത് ഇപ്പോഴല്ല കിട്ടുക. അതൊക്കെ തോന്നുന്നത് മറ്റേ സാധനം ചെയ്യുമ്പോഴാണ്. അതായത് ഈ അയൺ ബ്ലോക്കൊക്കെ വെച്ച് അതിൻ്റെ മേൽ ബീക്കൺ പവർ ആക്കുമല്ലോ, അപ്പോഴാണ് കിട്ടുക തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ട്. അയൺ ബ്ലോക്ക് ഇതിൽ എവിടെയോ ഞാൻ വെച്ചൊരു ചെറിയൊരു ഓർമ്മ ഉണ്ട്. ഒരു കുറേ കട്ടൊക്കെ അയൺ ബ്ലോക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ എൻ്റെ എൻ്റർ ചെസ്റ്റിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫാക്ടറി ഐലൻഡിൽ പോയിട്ട് അയണും കാര്യങ്ങളും എടുത്തിക്കണം, അയൺ ബ്ലോക്കും കാര്യങ്ങളൊക്കെ എടുത്തിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് 1 2 3 4 ഇനി ഉണ്ടാക്കാം. പിരമിഡ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഒരു ബ്ലോക്ക് സെൻറ്ററിൽ വെച്ചിട്ട് അതിന് അങ്ങോട്ട് 4 വെക്കുക, 1 2 3 4 അങ്ങനെ ഒരു പ്ലസ് ഷേപ്പ് അങ്ങോട്ട് ഉണ്ടാക്കുക. 4 ആ ബ്ലോക്ക് രീതിയിൽ ഒരു പ്ലസ് ഷേപ്പ് ഉണ്ടാക്കുക. പ്ലസ് ഷേപ്പ് 1 2 3 4 1 2 3 4 എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഞാൻ ഇവിടെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ടാവും നമ്മുടെ മറ്റേ ബിൽഡ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഏത് ബിൽഡ്, മറ്റേ ബിൽഡ് ഏത് അറിയാത്തവർക്ക് സ്കിപ്പ് അടിച്ച് വന്നവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഓൾ മോബ് ക്യാപ്ചർ ചെയ്യണത്, അതായത് മൈൻക്രാഫ്റ്റിലുള്ള എല്ലാ മോബിനെയും ക്യാപ്ചർ ചെയ്യുന്ന സീരിയസ്, ആ ഒരു സീരിയസിനുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇവിടെയാണ് ഞാൻ കുഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് അത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാ കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ സംഭവം ഇങ്ങനെ നടക്കുക. എൻ്റെ മോനെ ഞാനൊരു അയൺ റിച്ച് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വെച്ച് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു ബ്ലോക്ക് വിട്ടിട്ട് വേണം ഇത് വെക്കാൻ. അതായത് ഈ എൻ്റത്തെ ഈ ബ്ലോക്ക് വിട്ടിട്ട് വെക്കുക. അങ്ങനെ വെച്ച് മേലെ പോകുമ്പോൾ ഒരു 3x3 അങ്ങനെ തോന്നുന്നു കിട്ടുക. നോക്കട്ടെ, ഇക്കും കറക്റ്റ് വലിയ പിടിയില്ല. അല്ല ഉണ്ടാക്കാറിയാം, പക്ഷെ അവിടെ എത്ര ബൈ എത്രയാണ് എന്നൊക്കെ കറക്റ്റ് അറിയില്ല. എന്തായാലും അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പിരമിഡിൻ്റെ പണി ഇവിടെ അവസാനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിരമിഡിൻ്റെ നടുവിൽ ഈ ഒരു ബ്ലോക്കിലാണ് ഞാൻ പറഞ്ഞത് 3x3 തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ നടുവിൽ ബീക്കം വെക്കുമ്പോൾ ഒരു ബീമണ്ട് പൊന്തും. ആ ബീമിൽ നിന്ന് നമുക്കൊരു അഡ്വാൻസ്മെൻ്റ് ആണ് കിട്ടും. അത് പൊന്താത്ത് എന്താ പൊന്തി ഞാൻ പറഞ്ഞില്ല, ഗോൾ റീച്ചഡ്. ബീക്കണേറ്റർ അഡ്വാൻസ്മെൻറ്റ് ബ്രിങ് ടു ഹോം പറഞ്ഞില്ലേ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ, നമുക്ക് ഇതിൽ പവർ കൊടുക്കണം. എനിക്ക് ഹേസ്റ്റാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ഹേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഹേസ്റ്റാണ് സെറ്റാക്കാം. അപ്പം നമുക്ക് ഹേസ്റ്റ് കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ട് ശരി കൊടുക്കാം. ഹേസ്റ്റ് എന്താ ഈ റീജനറേഷൻ കിട്ടാത്തത്, അതിലും കൂടി വെച്ചു കൊടുക്കണോ? അതെന്താടാ? കിട്ടി. ഇനിയാണ് കൂൾഗോ കാത്തിരുന്ന നിമിഷം. ഇതല്ല മക്കളെ കാണണ്ട, ഇതല്ല സ്റ്റോണിൻ്റെ ആണ് കാണണ്ട്. അതെ അത് കിട്ടാത്തത് വൈ? എന്താ കിട്ടാത്തത്? സെറ്റ് തന്നെ അല്ലേ ഇങ്ങനെ തന്നെ? എന്തുവാ കിട്ടായി? ഒരെണ്ണം കൂടി കൊടുത്തിട്ട് സെറ്റാക്കട്ടെ. ഇന്ന് കിട്ടേണ്ടതാണ്. സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ. അപ്പം ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ മൂടും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്താണ്. അതായത് ഇവിടെ
അതായത് ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസാണ് വരിക. പിന്നെ എൻട്രൻസ് വരുമ്പോൾ അവിടെ ഒരു വികലാംഗതൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കും. അപ്പോൾ ഈ എൻട്രൻസിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ലൈവിൽ കയറി എല്ലാവരും പവറാക്കുക. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ബീക്കണും കാര്യങ്ങളോടെ സെറ്റാക്കിയിട്ടിട്ട് കണ്ടല്ലോ. നമ്മുടെ ബീക്കണിൻ്റെ അടുത്ത് ബീക്കൺ കൂൾ ബീക്ക് എന്ത് പേര് കൊടുക്കും? കൂബി കൂബി എന്നാണ് ഇനി ഇതിൻ്റെ പേര്. നമ്മുടെ ബീക്കണിൻ്റെ പേര് കൂബി എന്നാണ്. അപ്പോൾ നമ്മുടെ കൂബി പവറായി വർക്കാവുന്നുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു എൻട്രൻസിനുള്ളൊരു ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഫുള്ളൊന്ന് കുഴിച്ച് കയറി സെറ്റപ്പ് ആക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ന് നമ്മളെ പണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മൃഗങ്ങളൊക്കെ പിടിച്ചിടുന്നതൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ ലൈവൊക്കെ വരും. നാളെ എന്തായാലും ഒരു ലൈവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ലൈവ് വന്ന് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നേരെ നെതർ പോയി വിതർ സ്കെൽട്ടനെ കൊന്നു, പോയി വിതറിനെ കൊന്നു. അങ്ങനെ നമുക്ക് നെതർ സ്റ്റാർ ഇട്ട് നമ്മളൊരു കൂബി ഉണ്ടാക്കി, ബീക്ക് ഉണ്ടാക്കി. അത് നമ്മളെ ബീക്കൻ്റെ പേര് കൂബി എന്നാണ്. അപ്പോൾ കൂബി ഉണ്ടാക്കി നേരെ ഇവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കിയിരിക്കണം. നിങ്ങളിപ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ ഇങ്ങനെ കുറച്ച് വലുതിൽ ഉണ്ടാക്കിയിട്ട് അടിയിക്ക് ഇങ്ങനെ സ്റ്റെപ്പ് രീതിയിൽ പോകാനാണ് പ്ലാന്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കേവിൻ്റെ ഉള്ളിൽ കറങ്ങി പോകുന്ന രീതിയാക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവുകയാണ്. നേരെ രാത്രി ആവാനായി നമ്മുടെ വേൾഡിൽ. അപ്പോൾ അതേപോലെ തന്നെ ആ ബാക്കിലുള്ള കുഴിയും കാര്യങ്ങളും ഞാൻ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു എപ്പിസോഡൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ, സീ യു, ബൈ.